ഹായ് ഹലോ. ഞാനൊരു വെറൈറ്റി വിത്ത് നടലാണ് കേട്ടോ. പ്ലാവില കൊണ്ടാണ്. കുറച്ച് പ്ലാവില പെറുക്കി കൊടുന്ന് അതിങ്ങനെ കുമ്പിൾ കുത്തിയിട്ട് വെണ്ട വിത്താണ് അതിൽ നടണം കേട്ടോ. അങ്ങനെ കുമ്പിൾ കുത്തി നമ്മൾ ഒരു ചട്ടിയിൽ ഇതങ്ങനെ കുത്തി വെച്ചേക്കാണ്. അതിലിനി കുറേശ്ശെ മണ്ണിട്ടിടണം. കുറേശ്ശെ മണ്ണിട്ടിട്ട് വേണം അതിൽ വിത്തിട്ടിട്ട് അതിൻ്റെ മുകളിൽ മണ്ണിടാൻ. ഇങ്ങനെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ വിത്ത് മുളച്ച് കുറച്ച് വലുതാവുമ്പോൾ ഇതിൽ ഇരുന്നിട്ട് അപ്പത്തിന് നമുക്ക് ചട്ടിയൊക്കെ റെഡിയാക്കി അതിൻ്റെ മണ്ണൊക്കെ നിറച്ച് പൊട്ടി മിക്സൊക്കെ നിറച്ചൊക്കെ റെഡിയാക്കി വെക്കണം. എന്നിട്ട് ഈ പ്ലാവിൻ്റെ ഇല അങ്ങനെ എടുത്തിട്ട് നമുക്കൊരു ഈ ചട്ടിയിൽ മണ്ണ് നിറച്ചിട്ട് ഈ പ്ലാവിൻ്റെ ഇലയോടെ കൂടെ അങ്ങ് വെച്ചാൽ മതി. അപ്പോൾ ആ പ്ലാവിൻ്റെ ഇലയിൽ കിടന്നതായിട്ട് വന്നോളൂ. അപ്പോൾ നമുക്ക് വേറെ അതിന് പറിച്ചെടുക്കുകയൊന്നും വേണ്ട. ഈ പ്ലാവില കൂടെ ഒന്നും അങ്ങനെ കഴിക്കണം, ഇറക്കി വെച്ചാൽ മതി. ഞാനൊരു വൃത്യ വേൾഡ് ചാനലുണ്ടല്ലോ, അതിലിങ്ങനെ കണ്ടപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാൻ വിചാരിച്ചു. ഉണ്ടാവുമെന്നറിയാമല്ലോ വെച്ചിട്ട് അങ്ങനെയാണ് ഇതിലൊക്കെ ഇതാ വിത്തൊക്കെ ഇട്ട് എല്ലാ ഇലയിലും വിത്തിട്ടു കേട്ടോ. ഞാനങ്ങനെ അമര അങ്ങനെ നോക്കിയിട്ടുണ്ട് കേട്ടോ. അമര മുളക്കുന്നുണ്ട് ഇപ്പോൾ. അമര വിത്തും ഞാനങ്ങനെ അതങ്ങനെ ചട്ടിയിൽ തന്നെ കുഴി കുത്തിയിട്ട് ഈ പ്ലാവില വെച്ചിട്ട് അതിലിട്ടിട്ട് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ വിത്ത് തെറിച്ച് പോകുന്നില്ല, നമ്മൾ വെള്ളം വരുമ്പോൾ അത് അവിടെ തന്നെ കിടക്കുമല്ലോ. അങ്ങനെ അതാ എല്ലാവരും വിത്തിട്ട് ഞാൻ എല്ലാവരും നിറയെ മണ്ണിടുകയാണ്. മണ്ണിട്ട് നമ്മൾ നനച്ചു കൊടുത്തിട്ട് ഒരു കുറച്ച് ദിവസം ആകുമ്പോഴത്തേന് നമുക്കൊരു 4-5 ദിവസം കൊണ്ടൊക്കെ വിത്ത് മുളക്കുമല്ലോ. വെണ്ടയല്ലേ, മുളക്കുമ്പോഴത്തേന് നമുക്ക് ചട്ടികളൊക്കെ റെഡിയാക്കി വെക്കണം. എന്നാൽ പിന്നെ അതിലേക്ക് ഇതിങ്ങനെ എടുത്തിട്ട് മുളച്ചിട്ട് അങ്ങനെ അയക്കാണ്ട് ഇറക്കി വെച്ചാൽ മതി. ആ മണ്ണിൽക്കാണ്ട് ഇറക്കി വെച്ചാൽ മതി. ഇത് പോട്ടി മിക്സ് കേട്ടോ. പിന്നെ ചകിരിച്ചോറും ചാണകപ്പൊടിയും മണ്ണും പാടെ മിക്സ് ചെയ്തതാണിത്. അതാണ് ഇട്ടുകൊടുത്തേക്കണത്. അങ്ങനെ എല്ലാവരും വിത്തിട്ട് മണ്ണിട്ട് ഇപ്പം നനച്ചും കൊടുത്തു കേട്ടോ. ഇനി നമ്മളിതൊരു തണുപ്പത്തേക്ക് മാറ്റി വെക്കണം. ഇതെന്താ ചട്ടി ഉണ്ടോ? ഇത് എന്താ ചട്ടി എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അറിയണവരുണ്ടോ? ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണ്ടേ.